സാർ, ആ, ഞാനൊരു അച്ഛനായി. അതിൻ്റെ ഒരു സന്തോഷം. നിങ്ങൾ ഇപ്പോഴാണോ അച്ഛനായത്? മുമ്പും ഒരു തവണ അച്ഛനായതല്ലേ? അത് ശരിയാ. ഇത് വീണ്ടും അച്ഛനായെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ സാർ. എടോ, ഒരാൾ ഒരിക്കലേ അച്ഛനാകുന്നുള്ളൂ. പിന്നെ അയാൾ ജീവിതകാലം മുഴുവൻ അച്ഛൻ തന്നെയാ. ശരിയാണല്ലോ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാ. എനിക്കൊരു മോളുണ്ടായി എന്ന് പറയണായിരുന്നു അല്ലേ സാർ? ദാ പിന്നെയും തെറ്റി. എനിക്ക് ഒരു മോള് കൂടി ഉണ്ടായി എന്ന് പറയണം, അതാണ് ശരി. സാറേ, ഈ ഗ്രാമറിന് ഞാൻ പണ്ടേ വീക്ക. അതാ. സാറ് ജിലേബി എടുത്തില്ല? ഇത് മതിയടോ, ഷുഗറാ. നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും ഇങ്ങനെ കുറെ അകത്ത് ചെല്ലും. എല്ലാരും കൊടുക്കാം. ശരി സാർ. 1 മിനിറ്റ്. ലഡ്ഡു വാങ്ങിച്ച് തിന്നാ പോരല്ലോ, അഭിനന്ദിക്കണ്ടേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. സോൺ സാറേ. ഷാജി. ഷാജി. വിജയ സാറേ, ഇതൊന്നും പോരാ. ഞങ്ങൾക്ക് നല്ല ഒന്നാന്തരം ഒരു ഡിന്നർ കിട്ടണം. സാറിന്റെ ഭാഷയിൽ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? വീരഭദ്രൻ. അത് തന്നെ, അവനും വേണം. ചെയ്യാടോ, തൽക്കാലം ഇത് പിടി. സുമതി സാറ് ലീവാ, സാറിനുള്ളത് മാറ്റി വെച്ചേക്കരേ. പിന്നെന്താ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. പതുക്കെ ഇറങ്ങി കാല് നിലത്തോട്ട്. പതുക്കെ കയറണേ, പതുക്കെ. നല്ല ഉറക്കവാ. പുതിയ താമസ സ്ഥലത്ത് എത്തിയതൊന്നും അറിഞ്ഞിട്ടില്ല. വിജയനിപ്പ എങ്ങോട്ടാ? മോളെ കൂട്ടിക്കൊണ്ടുവരണ്ടേ? ആശുപത്രിയിൽ നിന്ന് വന്നവരൊന്ന് വീട്ടിലാക്കിയിട്ട് പോ. നിങ്ങൾ 2 അമ്മമാരില്ലേ, ഞാനെന്തിനാ? കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, അങ്ങാടി മരുന്നൊക്കെ. എന്തൊക്കെയാ? അതിന്റെ ഒരു ലിസ്റ്റ് എഴുതണം, നിന്നാ എഴുതി തരാം. അമ്മ എഴുതി വെച്ചാൽ മതി, ഞാൻ വന്നിട്ട് വാങ്ങിച്ചോളാം. വിജയേട്ടൻ എന്താ എത്ര ധൃതി? എന്നെ മോളെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് തള്ളിയിട്ട് പോന്ന പോലെ. എടി, സമയം പോയി. ജാനിക്കുട്ടിയെ കൊണ്ടുവരണ്ടേ? നിനക്ക് ആ മുറിയിലോട്ട് ചെന്ന് കിടന്നാ പോരെ? കട്ടില് തൊട്ടില് എല്ലാം റെഡി. ഇച്ചിരി ഒന്ന് മാറിക്കേ, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തട്ടെ. അവൻ ഇപ്പോഴും ആ കൊച്ചിന്റെ അടുത്താ കൂറും സ്നേഹവും. നിന്റെ മോളോട് അവന് യാതൊരു താല്പര്യവും. അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന ഉടനെ ഓടേണ്ട കാര്യമുണ്ടോ? അവനവന്റെ ഭാര്യയും കുഞ്ഞിനെ അകത്ത് കയറ്റി കിടത്തി അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോയാ പോരെ? അതൊന്നും അവനൊരു പ്രശ്നമേ അല്ല. ഓടിച്ചെന്ന് യാനിക്കുട്ടിയെ കൊണ്ടുവരാഞ്ഞിട്ടാ വിഷമം. നീ വാ, കിടക്കാൻ സ്ഥലം ഉണ്ടോന്ന് നോക്കാം. പതുക്കെ.
ആഹാ, ഇവിടെ തൊട്ടിലൊക്കെ റെഡിയാണോ? വിജയൻ അതൊക്കെ വാങ്ങി വെച്ചിരിക്കുക. ഇന്നിപ്പോ അതെടുത്ത് വെച്ചൊക്കെ വിരിച്ചിട്ടിരിക്കുക. അങ്ങോട്ട് കിടത്തിയാ മതി. ആ, എവിടെയാ കിടത്തണ്ടേ? കട്ടിലോ അതോ? പാല് കൊടുത്തിട്ട് തൊട്ടിലോട്ട് കിടത്താം. ഇങ്ങതാ. യാനിയെ സൂക്ഷിച്ചോണേ. ഇങ്ങനെ എപ്പോഴും അത് തന്നെ പറയണോ അമ്മേ? അവള് ചിലപ്പം കുഞ്ഞിനെ ഉപദ്രവിച്ചെങ്കിലോ? അങ്ങനെയുള്ളതാ പിള്ളേർക്ക്. അവൾക്ക് ഇഷ്ടമാ കുഞ്ഞുവാവേ. എല്ലാ പിള്ളേർക്കും ഇഷ്ടമാ. എന്നാലും നോട്ടം ഒന്ന് തെറ്റിയാ വിരലുകൊണ്ടേ നല്ല കുത്തുവെച്ചു കൊടുക്കും, കണ്ണിലും വായിലും ഒക്കെ. പിച്ചുകയെ കുഞ്ഞിന്റെ കൈവിരൽ പിടിച്ച് വളയ്ക്കുകയൊക്കെ ചെയ്യും. ജാനി അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ നോക്കിക്കോളാം. ആ, നോക്കണമെന്നേ പറഞ്ഞുള്ളൂ. കുഞ്ഞിനിത്തിരി പാല് കൊടുത്തോട്ടെ. എന്തിടാ? എവിടെ അമ്മയും കുഞ്ഞാവേ? വീട്ടിനുള്ളിലുണ്ട്. മോളെ ഒന്ന് നോക്ക്. സത്യം? ആ, സത്യം സത്യം സത്യം. ഞാൻ നോക്കാൻ പോവുകയാണേ. ചെല്ല്, വേഗം ചെല്ല്. അമ്മേ, അച്ഛൻ പറഞ്ഞിരുന്നു അമ്മ വന്നെന്ന്. ഇങ്ങ് വാ. മോൾക്ക് സുഖാണോ? ആ, അമ്മയ്ക്കും സുഖായോ? സുഖായി വരുന്നു. അമ്മ ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസമായല്ലേ? ആണടാ, ഇപ്പൊ തിരിച്ചു വന്നില്ലേ? ഇനി എങ്ങനെ പോവൂ അമ്മേ? ഏയ്, ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. കുഞ്ഞാവെന്തേ അമ്മേ? ദാ ഇവിടെ. ഹായ്. ഒച്ച വെക്കല്ലേ. ഉറങ്ങാണോ അമ്മേ കുഞ്ഞാവ? നല്ല ഉറക്ക. ഞാനൊന്ന് നോക്കട്ടെ. മോൾ ആദ്യം ഈ ബാഗും ബോട്ടിലൊക്കെ മാറ്റി വെച്ച് കൈയും മുഖമൊക്കെ കഴുകിയിട്ട് എന്തെങ്കിലും പോയി കഴിക്ക്. മോക്ക് വിശക്കുന്നില്ലേ? എനിക്ക് അമ്മ തന്നാ മതി. അയ്യടാ, അമ്മയ്ക്ക് വയ്യല്ലോ. അമ്മ എത്ര ദിവസമായി വാരി തന്നിട്ട്? പിന്നെ പാരി കൊടുക്കാൻ പറ്റിയ ഒരു പ്രായം. അമ്മേ, അമ്മ ഒരു പാഴ്ചം തരോ? അമ്മയ്ക്ക് സുഖമായി കഴിയുമ്പോ തരാട്ടോ. ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കമ്മേ. സ്കൂളിൽ നിന്ന് വിശന്ന് വന്നല്ലേ. വാ വച്ചേ, വല്ലതും വേണമെങ്കിൽ. മോള് ചെല്ല്, കഴിച്ചിട്ട് വാ. എന്നിട്ട് നമുക്ക് കുഞ്ഞാവയോട് കളിക്കാം. ആ. നീ കൈ കഴുകിയതല്ലേ കൊച്ചേ? ആ, കഴുകി. എന്നിട്ടാണോ മേശപ്പുറത്തിട്ട് തൂക്കുന്നേ? മേശയും നല്ലതാ. ആഹാ, തർക്കുത്തരം പറയുന്നോ? ഹോ, നിനക്ക് ചോറാണോ വേണ്ടേ? അതേ രാവിലത്തെ ഉപ്പുമാവുണ്ട്, അതാണോ വേണ്ടേ? ഇതല്ല എന്റെ പ്ലേറ്റ്. ഈ പ്ലേറ്റിന് എന്താ കുഴപ്പം? എന്റെ പ്ലേറ്റ് ഇതല്ല. ഞാൻ കാണിച്ചു തരാം. ഈ പ്ലേറ്റിന് എന്താ കുഴപ്പം?
എന്റെ പ്ലേറ്റ്. ഈ പ്ലേറ്റ് മതി. അതിനെന്താ പ്രത്യേകത? ഇടുകുടുക്ക ചോറും കറിയെന്ന് പറഞ്ഞാ ഉടനെ പ്ലേറ്റിനകത്തോട്ട് വീഴുവോ? എന്റെ പ്ലേറ്റാ. ഈ പ്ലേറ്റ് ചോറ് തിന്നാ ഇറങ്ങൂലേ? എന്താ കുഴപ്പമൊന്നും ഞാനൊന്ന് കാണട്ടെ. നീ എന്താ നോക്കി പേടിപ്പിക്കുന്നോ? അത് കൊള്ളാലോ, നോട്ടം കണ്ടില്ലേ? എനിക്കിപ്പോ മാവ് വേണം, ചോറ് വേണ്ട. നിന്നോട് ഞാൻ ആദ്യമേ ചോദിച്ചല്ലേ, അന്നേരം എന്താ പറയാഞ്ഞേ? വിളമ്പി കഴിഞ്ഞിട്ടാണോ പറയുന്നത്? എനിക്ക് ചോറ് വേണ്ടല്ലോ. വേണമെങ്കിൽ തിന്നിട്ട് എഴുന്നേറ്റ് പോവച്ചേ. ഇതെവിടെ പോണോ? ഞാൻ പോവാ. ചോറ് തിന്നുന്നില്ലേ? എനിക്ക് വേണ്ട. അവിടെ ഇരിക്കു വച്ചേ. വേണ്ട. എന്നാ ഉപ്പുമാവ് തരാം. എന്താടി ഇളിക്കുന്നേ? താങ്ക് യു. ഓ, താങ്ക്. ആർക്ക് വേണമെന്നറിഞ്ഞില്ല. അമ്മേ, ദേ കുഞ്ഞാവ എന്നെ നോക്കുന്നു. ഇതാരാണെന്ന് നോക്കുക കുഞ്ഞാവ. ആരാണെന്ന് കുഞ്ഞാവയ്ക്ക് അറിയാമോ അമ്മേ? കുഞ്ഞാവയ്ക്ക് പറഞ്ഞു കൊടുക്കണം ചേച്ചിക്കുട്ടിയാണെന്ന്. ചേച്ചിക്കുട്ടിയോ? ഞാനോ? ഞാൻ ജാനുക്കുട്ടിയല്ലേ? കുഞ്ഞുവാവയുടെ ചേച്ചിയല്ലേ? അപ്പൊ എങ്ങനെ വിളിക്കുക? ചേച്ചിക്കുട്ടീന്ന്. ചേച്ചിക്കുട്ടി. അമ്മേ, കുഞ്ഞാവൻ കൈയും കാലും പൊക്കുവോ അമ്മേ? എണീക്കാൻ വേണ്ടിയാ. എന്താ അമ്മേ എണീക്കാത്തെ? കുഞ്ഞാവയുടെ കൈയും കാലൊക്കെ കുഞ്ഞല്ലേ, ഇനി കുറേ ദിവസം കഴിയണം. പാലൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോ കുഞ്ഞാവ എഴുന്നേറ്റ് നടക്കും. ഞാൻ എങ്ങനെയായിരുന്നു അമ്മേ കുഞ്ഞായിരുന്നപ്പം? പിന്നെ എല്ലാരും ഇങ്ങനെയാ കുഞ്ഞായിരുന്നപ്പോ. ഇതെന്തിനാ അമ്മേ കുഞ്ഞാവ കൈവിരലും മടക്കി പിടിച്ചിരിക്കുന്ന? കുഞ്ഞുവാവയുടെ വിചാരേ നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ടെന്നാ. അമ്മേ, ദേ എന്റെ കൈ പിടിച്ചു. മുറുക്ക പിടിക്കല്ലേ, കുഞ്ഞിന് വേദനിക്കും. ഞാനല്ല അമ്മേ, എന്റെ കയ്യിലാ. ഇവക്ക് ഇതുവരെ ഉറങ്ങാറായില്ലേ? അവൾക്ക് ഇതുവരെ കുഞ്ഞിനെ കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല. ഇപ്പൊ ഒരുപാട് കൊതിക്കണ്ട, എഴുന്നേറ്റ് പോയാട്ടെ. എഴുന്നേക്ക്, എഴുന്നേക്ക്. രക്തമ്മേ, നീ ഇവിടെ ഇങ്ങനെ കുഞ്ഞിന്റെ അടുത്ത് വിടരുത്. നിന്റെ കണ്ണ് തെറ്റിയ ഇവള് വിരലുകൊണ്ട് കുത്തുവോ മാന്തുവോ അമർത്തുവോ ഒക്കെ ചെയ്തെന്നിരിക്കും. ഇളയത്തങ്ങളോട് മൂത്തവർക്ക് അങ്ങനെ ഒരു കുശുമ്പുള്ളതാ. കുഞ്ഞിന്റെ മർമ്മത്ത് പിടിച്ച് ഞെക്കിയ നമ്മൾ അറിയത്തില്ല. ജാനിക്കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ. ഇവളിതെങ്ങോട്ടേ വലിഞ്ഞു കയറുന്നേ? അപ്പുറത്തെങ്ങാനും പോയി ഇരിക്കു വച്ചേ. ഞാനിവിടെ അമ്മയുടെ കൂടെയാ. ആഹാ, നിന്നെ ഞാൻ അമ്മയുടെ കൂടെ കിടത്താവേ. അവളിവിടെ എന്റെ കൂടെ കിടന്നോട്ടമ്മേ. എത്ര ദിവസമായി അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട്. വേണ്ട വേണ്ട, പ്രസവിച്ച് കിടക്കുന്ന തള്ളയുടെ കൂടെ ഇത്രയും വലിയ പിള്ളേര് കിടക്കാൻ പാടില്ല. അവൾ ഉറക്കത്തിൽ കുഞ്ഞിനെ തട്ടുകയോ ചവിട്ടുകയോ ചെയ്താലോ? എന്റെ എടുത്തു വശത്ത് കിടത്തിക്കോളാം. നീ എന്താ ഈ പറയുന്ന രക്തമ്മേ? നീ ഇവിടെ ഒരുപാട് കൊഞ്ചിക്കാൻ നിൽക്കല്ലേ. നിനക്കിപ്പോ ഒരു കുഞ്ഞുണ്ട്, അത് ഓർമ്മ വേണം. സ്വന്തം കുഞ്ഞിന് കൊടുത്തിട്ട് മിച്ചം വല്ലതുണ്ടെങ്കിൽ കൊടുത്താൽ മതി. എണീറ്റ് പോവച്ചേ, അപ്പുറത്തെ മുറി പോയി കിടക്ക. മോൾ അച്ഛന്റെ കൂടെ പോയി കിടന്നുറങ്ങിക്കോട്ടോ. അച്ഛൻ മോളെ കെട്ടിപ്പിടിച്ച് കഥയൊക്കെ പറഞ്ഞ് ഉറക്കിക്കോളും. അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ? അമ്മയുടെ വയറൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഭയങ്കര വേദനയാ.
പിന്നെ അമ്മയ്ക്ക് കുഞ്ഞാവേ നോക്കണ്ടേ? അതുണ്ടല്ലേ, അമ്മയ്ക്ക് സുഖമായി കഴിയുമ്പോ അമ്മയുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നോട്ടാ. അച്ഛാ, ഓ, എവിടെയാണോ അച്ഛ ഇനി നമ്മൾ കിടക്കുന്നത്? ആ, അച്ഛനും അച്ഛന്റെ ജാനിമോളും കിടക്കുന്ന സ്ഥലമായത്. ഇവിടെ വേറെ ആരും കിടത്തൂല. അമ്മയോ? ആ, അമ്മയ്ക്കും കുഞ്ഞുവാക്കും കൂടി ആ മുറി, അച്ഛനും ജാനിമോൾക്കും കൂടി ഈ മുറി. ഷോ, ഉം, എനിക്ക് അമ്മയുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടമായിരുന്നു. അതിനെന്താ? ജാനിക്കുട്ടി സ്കൂള് വിട്ട് വരുമ്പോ ഇത്തിരി നേരം അമ്മയുടെ കൂടെ കിടന്നു. എനിക്ക് രാത്രി കിടക്കണമായിരുന്നു. അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കണമായിരുന്നു. പകല് കിടക്കുമ്പോ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കാലോ, പിന്നെന്താ? ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ അച്ഛാ? ഇവിടെ എന്താ കുഴപ്പം? അച്ഛനല്ലേ മോളെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ? ഇവിടെ വേണ്ടായിരുന്നു. ആ ആ, ജാനിക്കുട്ടിക്ക് അച്ഛന്റെ കൂടെ ഇഷ്ടമില്ലെങ്കിൽ പൊക്കോട്ടോ. അച്ഛനിവിടെ ആരും കൂട്ടില്ലാതെ പേടിച്ച് ഒറ്റയ്ക്ക് കിടന്നോളാം. അച്ഛൻ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണോ? ആ, പിന്നില്ലേ, ജാനിക്കുട്ടി കൂട്ടിനിടെന്ന് വിചാരിച്ചല്ലേ അച്ഛനിവിടെ കിടക്കാമെന്ന് തീരുമാനിച്ചത്. ജാനിക്കുട്ടി അച്ഛനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവോ? അച്ഛൻ അറിയായിരുന്നു ജാനിമോൾ അച്ഛനെ തനിച്ചാക്കിയിട്ട് പോവില്ലെന്ന്. നമ്മൾ എന്നാ അച്ഛൻ ഇനി അമ്മയുടെ മുറിയിലോട്ട് പോണത്? കുറേ ദിവസം കഴിയുമ്പോ പോവും. അമ്മയുടെ അസുഖമൊക്കെ മാറി കുഞ്ഞുവാവ് ഇത്തിരിയും കൂടെ വലുതായി കഴിയുമ്പോ നമുക്ക് പോവാം ട്ടോ. എന്നിട്ട് അച്ഛൻ ഞാനും അമ്മയും കുഞ്ഞാവയും കൂടെ കിടക്കും, കെട്ടിപ്പിടിച്ച് കിടക്കും. പിന്നല്ലാതെ. അതുവരെ അച്ഛനും ജാനിക്കുട്ടിയും കൂടെ ഇവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, Twinkle, twinkle, little star, how I wonder what you are. how I wonder what you are. Up above the world so high, Up above they were so high, like a diamond. like a diamond in the sky. വാവേ, എന്റെ വാവച്ചു വാവേ, എന്റെടാ വീച്ചിക്കണോ? അമ്മ യാത്ര? ഇനി ഞാനങ്ങ് തിരിച്ചു പോവുക. അതെന്താ ഇത്ര പെട്ടെന്ന്? ഞാനിവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? നിനക്കിപ്പോ എന്ത് സഹായത്തിന് സരസമയുണ്ടല്ലോ. അമ്മയും കൂടെ നിന്നു വെച്ച് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനും അതാ പറഞ്ഞത്. അപ്പൊ വസുമതി അമ്മയ്ക്ക് പോയേ പറ്റൂ. മകന്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോ ഭാര്യയുടെ അമ്മ മാത്രമേ ശുശ്രൂഷിക്കാവൂന്ന് നിയമമൊന്നുമില്ല. ആർക്കും ഒരു കൈ സഹായിക്കാം. കലക്കവെള്ളത്തിൽ ആവശ്യത്തിന് മീൻ പിടിക്കുന്നുണ്ടല്ലോ, അതുപോരെ സരസമ്മേ. കലക്കവെള്ളത്തിൽ നിന്നോ? ആര് പിടിക്കുന്നു? പ്രസവിക്കാറായ മകളെ 7-ാം മാസത്തിൽ തന്നെ വിളിച്ച് കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ കൊണ്ടുപോയി പ്രസവിപ്പിച്ച് ശുശ്രൂഷ നടത്തി 90-ാം പാക്കം തള്ളയും കൊച്ചിനെയും തിരികെ എത്തിക്കാൻ ചുമതലപ്പെട്ടവരാ നിങ്ങൾ. അതിന്റെ സകല ചെലവ് നോക്കേണ്ടത് നിങ്ങളാ. അങ്ങനെ നടത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. എന്റെ മകൻ ഒരു മണ്ടനായതുകൊണ്ടും പെൻചൊല്ല് കേൾക്കുന്നവനായതുകൊണ്ടും നിങ്ങൾക്കതൊന്നും ചെയ്യേണ്ടി വന്നില്ല. എന്റെ മോന്റെ പോക്കറ്റിലെ കാശ് ചെലവായി, നിങ്ങളുടെ കാശ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നു. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അമ്മ വന്നെ കരുനാഗപ്പള്ളിക്ക് പ്രസവത്തിന് കൊണ്ടുപോകാതിരുന്നേ. വിജയേട്ടൻ വിടാഞ്ഞിട്ടാ.
നിന്റെ വിജയേട്ടൻ വിടാത്തതിന് കാരണം ആർക്കടി അറിയാൻ മേലാത്തേ. നീ പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കുന്നവനാണ് അവനെന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ അമ്പലപ്പുഴ നല്ല ഒന്നാം തരം തറവാട് വീട് കടന്നിട്ട് അവിടുന്ന് എന്റെ മോനെ പറിച്ചെടുത്തോണ്ട് ഇങ്ങനെ ഒരു വാടക വീട്ടിലേക്ക് വരില്ലല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് അമ്മയ്ക്ക് അറിയാലോ. അറിയാം. ജാനിക്കുട്ടി നിന്റെ മകളാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. അതിനുവേണ്ടി ഇത്രയും പണിപ്പെട്ട നീ നിന്റെ നാവ് കൊണ്ട് തന്നെ എല്ലാവരോടും പറയപടി ജാനിക്കുട്ടി നിന്റെ മകളല്ലെന്ന്. അമ്മ ഇതിനാണോ ഇങ്ങോട്ട് വന്നത്, ഈ മുഷിഞ്ഞ് വർത്തമാനം പറയാൻ? ഞാനോർത്തല്ലോ എന്റെ കൊച്ചിനെ കാണാൻ വന്നാണെന്ന്. കൊച്ചിനെ കാണാൻ വേണ്ടി തന്നെ അടി വന്നത്. നിന്റെ കൊച്ചിനെയല്ല, എന്റെ മകന്റെ കൊച്ചിനെ. എന്ന് വെച്ച് വസുമതി കണ്ടതും കേട്ടതും വിഴുങ്ങിട്ടേ മിണ്ടാതെ പൊയ്ക്കളയുമെന്ന് വിചാരിക്കണ്ട. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. നിന്നോടായാലും ശരി, നിന്റെ അമ്മയോടായാലും ശരി. കരുനാഗപ്പള്ളിക്കാർ കോരേണ്ട മലവും മൂത്രവും അമ്പലപ്പുഴ ഇവിടെ വന്ന് കോരേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പോവാ. പോകാൻ നേരത്ത് പറയാതെ പോയി എന്ന് പറയരുത്.